ഹായ് ഓൾ, എന്താ എല്ലാവരും വിശേഷം? സുഖമായിട്ടിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാ ഞാൻ വെറുതെ രാവിലെ ഇങ്ങനെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുറ്റത്തുള്ളതാണ് ഈ ചെടി കേട്ടോ. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് നമ്മുടെ നെയ്ച്ചോർ ഇല. നമ്മളിവിടെയൊക്കെ അങ്ങനെയാണ് പറയൽ, ഇവിടെ എല്ലായിടത്തും എന്താ പറയലെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ അതേ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാകുന്ന ഈ ഇല നമ്മൾ ചോറ് വേവിക്കണ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ അതേ ഫ്ലേവറും പിന്നെ അതേ സ്മെല്ലൊക്കെ ആയിരിക്കും കേട്ടോ ഉണ്ടായിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഒന്നിങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുഴയിലേക്ക് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാഹിത്യമായാലോ? മാഞ്ഞുപോയ മനോഹരമായ ദിനങ്ങളുടെ കാൽപ്പാടുകൾ പതിഞ്ഞ ഓർമ്മകളാണ് ഇന്നും എൻ്റെ മനസ്സിൻ്റെ താളുകളിൽ പ്രാണൻ പടിയിറങ്ങുന്നതും വരെ മാഞ്ഞു പോകാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ആയുസിൻ്റെ ചക്രങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴും മായാത്ത ഓർമ്മയുടെ അവശേഷിപ്പുകൾ പുണരുന്ന ആ ഓർമ്മയുടെ തണലിൽ ഇത്തിരി നേരം കൂടി ജീവിക്കാൻ എല്ലാം മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ വാക്കുകളൊന്നല്ല കേട്ടോ. അപ്പോൾ ഇത് വാട്സപ്പിൽ എൻ്റെ പല ഗ്രൂപ്പിൽ വന്ന ഒരാളെ മെസ്സേജാണ് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ വെറുതെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഴ ഇതാക്കണം. പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ് കേട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ട് അതൊക്കെ വിറകാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് കണ്ടു. ചുറ്റുപുറം മഴ പെയ്തപ്പോൾ ഒന്നും കൂടെ പുല്ലും കാടൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും അങ്ങനെ കുളിക്കാനൊന്നും വരലില്ല എന്ന് തോന്നുന്നു. കാരണം വെള്ളം മുകളിലാവുമ്പോഴാണ് കുറച്ച് സൗകര്യങ്ങളൊക്കെ കുളിക്കാൻ ഉണ്ടാവുക. താഴെയാവുമ്പോൾ അവിടെ കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ആരും അങ്ങനെ വരൂല കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഒരു 2 വർഷം മുന്നേ വെള്ളം കയറി എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് വരുന്നൊക്കെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇടിഞ്ഞിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു പകുതി ഭാഗം പുഴയുടെ നടുവിൽ പോയിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ അതാ പുഴയുടെ നടുവിലായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായില്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ.